പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ കൂടി എയ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദി പാഠഭാഗത്തിലെ പുതിയ ഒരു അധ്യായമാണ്. നമുക്ക് അറിയാം, സബ്കാ ഏക് ഇതിഹാസ് ഹേ, സബീകോ ഏക് ഇതിഹാസ് ഹേ. എല്ലാത്തിനും ഓരോരോ ഹിസ്റ്ററികളുണ്ട്. എന്ത് സംഭവങ്ങൾ നടക്കുകയാണെങ്കിലും അതിലൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ടാവും. നമ്മളെ പാഠഭാഗം വരുൺ ഗ്രോവറിനെ ലിഖാ ഹുവ ടി വി നാമക് പാഠ് ഹെ. വരുൺ ഗ്രോവർ എഴുതിയ ടി വി എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടി വി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, നമുക്കറിയാം. ടി വി എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ എന്നാണ്. ദൂരദർശൻ എന്നാണ് ടി വി എന്നതിന്റെ ഹിന്ദി. ഇപ്പൊ വരുൺ ഗ്രോവർ എഴുതിയ എക് പഠ് കഥാ ഹെ ടി വി ഒരു സ്ക്രിപ്റ്റ് ആണ്. പഠ് കഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്രിപ്റ്റ് ആണ് ടി വി എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിലെ പേജിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ടി വി കാ ബി അപ്ന ഇതിഹാസ് ഹെ. ടി വിക്കും സ്വന്തമായിട്ടൊരു ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കെല്ലാം പുതുമകളെയാണ് ഇഷ്ടമുള്ളത്. ജീവിതത്തില് ഒരാളിങ്ങനെ കാറിൽ സഞ്ചരിക്കുമ്പോ എനിക്ക് ആ കാറിലൊന്ന് പോയിരുന്നുവെങ്കിൽ എന്ന് കാറില്ലാത്ത ആൾ ചിന്തിക്കുന്നു. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ടി വി നാമക് പാഠ് ഭാഗ് മേ തീൻ കഥാപാത്ര ഹെ. ടി വി എന്ന് പറയുന്ന പാഠഭാഗത്തില് 3 കഥാപാത്രങ്ങളാണ് പ്രധാനമായും വരുന്നത്. ഗോപു സബ്സെ പ്രമുഖ കഥാപാത്ര ഹെ. ഗോപു എന്ന് പറയുന്നത് ഏറ്റവും പ്രമുഖ കഥാപാത്രമാണ്. ചുന്നി ഓർ ലല്ലു ബാക്കി 2 കഥാപാത്ര ഹെ. കുൽ 3 കഥാപാത്ര ഹെ. മൊത്തം 3 കഥാപാത്രങ്ങൾ, ഗോപു, ചുന്നി, ലല്ലു. ഈ 3 കഥാപാത്രങ്ങളെയുമായിട്ടാണ് നമ്മുടെ പാഠഭാഗം മുന്നോട്ട് പോകുന്നത്. പഠിക്കഥയാണ്, സ്ക്രിപ്റ്റ് ആണ് അല്ലെ. ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനു മുമ്പായിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കണം. സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കും, കഥാപാത്രങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ സ്ക്രിപ്റ്റ് ലെവലിലാണ് നമ്മുടെ പാഠഭാഗം നൽകിയിരിക്കുന്നത്. നമുക്ക് ആ പാഠഭാഗത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത് നോക്കാം. എന്ത് ഇതിഹാസമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത്. പേരിനെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിഹാസ് ടി വി കാ ഹെ. ഇതിഹാസം എന്ന് പറയുന്നത് ടെലിവിഷനെ കുറിച്ചുള്ളതാണ്. അപ്പോ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആദ്യം വേണ്ട സംഭവങ്ങള് ബ്രാക്കറ്റിലെ അതിന്റെ സിറ്റുവേഷൻസ്, പാത്ര കോൻ കോൻ ഹെ, കഹാം ये घटना हुई है, पात्र की आयु और वेशभूषा क्या क्या है आदि की इशारा किया है. കഥാപാത്രങ്ങളെയും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെയും വേഷവിധാനങ്ങളെയും വയസ്സിനെയൊക്കെ സൂചിപ്പിക്കണം. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം. വരുൺ ഗ്രോവർ എഴുതിയ പഠിക്കഥയാണ് ടി വി. ഒരുപാട് സീനുകളായിട്ടാണ് കൊടുക്കുന്നത്. സീൻ 1 ഞാനൊന്ന് വായിക്കാം. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക് ദോപഹർ കെ 2 ബജേ ഹെ. എന്നിട്ട് അതിന്റെ സിറ്റുവേഷൻ ബ്രാക്കറ്റിൽ കൊടുത്തു. पहाड़ी इलाका, दूर दूर तक फैले पहाड़ दिख रहे हैं. करीबन 8-10 साल की उम्र के 3 बच्चे गोबू, चुन्नी और लल्लू कच्चे रास्ते पर गड़े हैं. गोबू देखने से ही बाकी दोनों पर हावी लगता है. वो जमीन पर झुका है और कुछ उठाने की कोशिश कर रहा है. उनके हाथ में मकोड़ा है. നമുക്കതൊന്ന് പരിചയപ്പെടാം. പഹാടി ഇലാക്ക. ആദ്യം സീന് 1 എന്ന് എഴുതി. ഗോപു കെ ഗർക്കി സ്ഥാനം കൊടുക്കുകയാണ്. ഗോപുവിന്റെ ഗർക്കെ വീടിന്റെ ബാഹർക്കി പുറത്തുള്ള കച്ചി സടക് ടാറിടാത്ത റോഡ്, മൺപാത. ദോപഹർ ഉച്ചയ്ക്ക് 2 ബജേ ഹെ 2 മണിയായിട്ടുണ്ട്. ഇപ്പൊ സ്ഥാന് സമയം കൊടുത്തു അല്ലെ. സ്ഥാന് എന്ന് എഴുതുക. ആദ്യം നമ്മൾ പഠിക്കഥ എന്ന് എഴുതും, എന്നിട്ട് സീൻ 1 എന്ന് എഴുതും, എന്നിട്ട് സ്ഥാനം കൊടുക്കും. ഗോപു കെ ഘർ കെ ബാഹർ, ഗോപുവിന്റെ വീടിന്റെ പുറത്തുള്ള കച്ചി സടക്.
ഒരു മൺപാത, സടക്ക് റോഡ്. ദോപഹർ ഉച്ചയ്ക്ക് 2 ബജേ ഹെ, 2 മണിയായിട്ടുണ്ട്. ഇനി ആ സിറ്റുവേഷൻ, ആ സീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പഹാഡി ഇലാക്ക, ഒരു മൗണ്ടെയിൻ ഏരിയയാണ്. പഹാഡ് പർവ്വതം, ഇലാക്ക ഏരിയ ഒരു പർവ്വത പ്രദേശമാണ്. ദൂർ ദൂർ തക്ക് ഫൈലെ പഹാഡ് ദീഖ് രഹാ ഹെ, വളരെ ദൂരേക്ക് നോക്കുമ്പോൾ പഹാഡ് ഫൈൽ ദിഖ് രഹാ ഹെ, പർവ്വതങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു മലഞ്ചെരിവാണ്, ഒരു കുന്നിൻ പ്രദേശമാണ്. പഹാഡി ഇലാക്ക മൗണ്ടൻ ഏരിയയാണ്. ദൂർ ദൂർ തക്ക്, വളരെ ദൂരെ വരെ ഫൈലെ വ്യാപിച്ചു കിടക്കുന്ന പഹാഡ്, മൗണ്ടൻ, പർവ്വതങ്ങള്, ദിഖ് രഹേ ഹെ കാണാൻ കഴിയുന്നു. കരീബൻ, ഇനി കുട്ടികളുടെ വയസ്സ് പറയാണ്. കരീബ് ഏകദേശം 8-10 സാൽ കി ഉംർ കെ, 8-10 വയസ്സ് വരുന്ന 3 ബച്ച്, ഉംർ ഏജ് വയസ്സ് 3 ബച്ച് 3 കുട്ടികൾ. അപ്പൊ ആയു കിतना है? കരീബൻ 8-10 സാൽ ഹെ. 8-10 വയസ്സുള്ള 3 കുട്ടികൾ. നാം ക്യാ ക്യാ ഹെ? 3 बच्चे 3 കുട്ടികൾ. ഗോപു, ചുന്നി और ലല്ലു. ध्यान से सुनिए, इस पाठ के प्रमुख 3 कथापात्र है गोबू, चुन्नी और लल्लू. गोबू, चुन्निയും लल्लू, इसका आयु कितना है? 10 साल, करीबन 8-10 साल है. 8-10 साल की उम्र होने वाले 3 बच्चे हैं, गोबू, चुन्नी और लल्लू. कच्चे रास्ते पर, पहले हमने कहा है कच्ची का मतलब है ടാർ ഇടാത്ത മൺ റോഡ്. കച്ചി രാസ്തേ പർ, മൺപാതയിൽ ഇങ്ങനെ ഗഡേഹെ നിൽക്കുന്നുണ്ട്. അപ്പൊ സീനൊന്ന് നോക്കാം. ഒരു പർവ്വത പ്രദേശത്ത് 3 കുട്ടികള്, ഗോപുവും ചുന്നിയും ലല്ലുവും, ഏകദേശം 8-10 വയസ്സായ ചെറിയ 3 കുട്ടികൾ ഇങ്ങനെ ഒരു പർവ്വതത്തേക്കുള്ള ഒരു മൺപാതയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗോപു ദേക്കിനെഹി, ഗോപുവിനെ കാണുമ്പോൾ തന്നെ ബാക്കി ദോനോം പർ ഹാവി ലഗ്താ ഹെ, മറ്റു 2 പേരെയും അപേക്ഷിച്ച് ഹാവി ലഗ്താ ഹെ, കുറച്ച് സാമർത്ഥ്യമുള്ളവനാണ്. ഗ്രൂപ്പ് ലീഡറായിട്ട് തോന്നുന്നത് ആരായിരുന്നു? ഗോപു ആയിരുന്നു. വോ ജമീൻ പർ, അവനെന്ത് ചെയ്യായിരുന്നു? അവനെന്ത് ചെയ്യാണ്? ജമീൻ പർ ജുക്കാ ഹെ, അവൻ ഭൂമിയിലേക്ക് ജുക്കാ ഹെ, ഒന്നിങ്ങനെ കുനിഞ്ഞു. ഓർ കുച്ച് ഉഡാനെ കി കോശിഷ് കി രഹി ഹെ, എന്ത് ചെയ്യാൻ തുടങ്ങി? കുച്ച് ഉഡാനെ കി, എന്തോ ഒന്ന് ഭൂമിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി കോശിഷ് കർ രഹാ ഹെ, പരിശ്രമിക്കുന്നു. കോശിഷ് കർണ, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഉസ്കെ ഹാത്ത് മേ മക്കോടാ ഹെ, ഇപ്പോൾ അവന്റെ കയ്യിൽ, ഹാത്ത് കയ്യ്, ഹാത്ത് മേം കയ്യിൽ, മേം എന്ന് പറഞ്ഞ ഇൽ, കയ്യിൽ മക്കോടാ ഹെ, എന്തുണ്ടായിരുന്നു? ഒരു പുഴു ഉണ്ടായിരുന്നു, ഒരു ചെറിയ ജീവി ഉണ്ടായിരുന്നു, ഒരു പുഴു ഉണ്ടായിരുന്നു. അപ്പൊ സീന് മനസ്സിലായോ? ഗോപുവും ചുന്നിയും ലല്ലുവും അവരുടെ വീടിനടുത്തുള്ള ഒരു പർവ്വത പ്രദേശത്തിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഗോപുവിന്റെ കയ്യില് ഒരു ചെറിയ പുഴുവിനെ കയ്യിലെടുത്തു. എന്നിട്ട് ഗോപു പറയാണ്, ഇനി കോൺവെർസേഷൻ മുന്നോട്ട് പോവാണ് അല്ലെ. പടുക്കഥയിൽ നിന്നും വാർത്താലാപിനെ വ്യത്യസ്തമാക്കുന്നത്, പടുക്കഥയിലെ വാർത്താലാപുണ്ട്, സാധാരണ വാർത്താലാപുണ്ട്. പടുക്കഥയിലെ വാർത്താലാപിന് മുമ്പായിട്ട് ആ ഭാവങ്ങളൊക്കെ ഒന്ന് എഴുതും. അപ്പോ ഗോപു ചുന്നിക്കോ മക്കോട പക്കടാത്തെ ഹുയെ, ചുന്നിയുടെ കയ്യിലേക്ക് ആ മക്കോടയെ പിടിപ്പിച്ചു കൊടുത്തു, വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഏലെ ഇതെടുക്ക്, തെരാ പ്യാര മക്കോട, നിന്റെ ഇഷ്ടപ്പെട്ട പുഴുവല്ലേ, അബ് ഖാ ഇസ്കി കസാം, ഇനി നീ ശപഥം ചെയ്യ്. എന്തോ വലിയ സംഭവം ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഗോപുവിനോട് മറ്റു 2 പേരും എന്ത് ചെയ്യണം? ഒന്ന് സത്യം ചെയ്യണം. ഗോപു പറഞ്ഞു, എന്ത് ചെയ്യുന്നു? ആ ചുന്നിയുടെ കയ്യിലേക്ക് മക്കോട പക്കടാത്തെ ഹുയെ, ആ മക്കോട ഇങ്ങോട്ട് പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഏലേ ഇതെടുക്ക്, തേരാ പ്യാര മക്കോട, നിന്റെ ഇഷ്ടപ്പെട്ട മക്കോടയല്ലേ, പുഴുവല്ലേ, അബ് ഖാ ഇസ്കി കസാം, നീ ഇതുകൊണ്ട് ശപഥം ചെയ്യ്. ചുന്നി മുസ്കുരാക്കർ മക്കട പക്കടാത്തെ ഹുയെ, പക്കടത്തെ ഹുയെ, പുഞ്ചിരിച്ചുകൊണ്ട് ആ പുഴുവിന്, ആ ചെറിയ കീടത്തെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കേസേ ഗാനി ഹേ, എങ്ങനെ തിന്നണം? ഖാന എന്ന് പറഞ്ഞാൽ തിന്നുക എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഞാൻ എങ്ങനെ ശപഥം ചെയ്യണം? ഗോപു പറഞ്ഞു, അരേ ജയ്സെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ, ബോൽ മേം കസം ഗാത്തി ഹും, എടോ നിനക്കറിയില്ലേ, ഏതുപോലെ
മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ, നമ്മളെ ക്ലാസ് ടീച്ചർ സാറ് നിന്നെ വിളിപ്പിച്ച് സത്യം ചെയ്യിപ്പിക്കലില്ലേ ഇനി മുതൽ എന്ന് സാറ് പറയുമ്പോ ചുന്നി എന്ത് ചെയ്യും? ഇനി മുതൽ പറയും, ഇനി ഞാൻ എന്നും പഠിക്കും. ചുന്നി എന്ത് പറയും? ഇനി മുതൽ ഞാൻ എന്നും പഠിക്കും. അതുപോലെ ഗോപു പറയാണ്, ചുന്നിയോ ഗോപു പറയാ, അരേ ജയ്സി, ഏതുപോലെയാണ്? മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ, നമ്മുടെ സാറ് പറയാറില്ലേ, വിളിപ്പിക്കാറില്ലേ, ബോൽ, അതുപോലെ പറയേ. മേം കസം ഗാത്തി ഹോം, ഞാൻ ശപഥം ചെയ്യുന്നു. ആര് പറഞ്ഞു കൊടുത്തു? ആരാ പറഞ്ഞേ? ചുന്നി പറയാണ്. ചുന്നിയോട് ആര് പറയുന്നു? ഗോപു പറയാണല്ലേ. എന്താ പറയുന്നത്? മേം കസം ഗാത്തി ഹോം, ഞാൻ ശപഥം ചെയ്യുന്നു. ഇപ്പൊ ചുന്നി എന്ത് ചെയ്യും? മേം കസം ഗാത്തി ഹോം, ഏറ്റു പറയാണ്, ഞാൻ ശപഥം ചെയ്യുന്നു. ഗോപു പറഞ്ഞു, കി ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായേംഗെ, നമ്മൾ ആരോടും നമ്മള് ചുപ്കെ സെ സൈലന്റ് ആയിട്ട് ആരോടും മിണ്ടാതെ ദൂസരെ ഗാവ് ജായേംഗെ, നമ്മൾ അടുത്ത വില്ലേജിലേക്ക് പോവും. ജായേംഗെ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഹം വന്നത് കൊണ്ട് ജായേംഗെ വന്നു. ഹം ഗാവ് ജായേംഗെ, നമ്മൾ തൊട്ടടുത്ത വില്ലേജിലേക്ക് പോകും, ഗ്രാമത്തിലേക്ക് പോകും. അപ്പോ ചുന്നിയും അതേറ്റ് പറഞ്ഞു, ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായേംഗെ, നമ്മൾ മിണ്ടാതെ എവിടേക്ക് പോകും? തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോകും. എന്നിട്ട് ഗോപു വീണ്ടും പറഞ്ഞു, ഔർ ചുപ്കെ സെ, എന്നിട്ട് മിണ്ടാതെ ടിവി ദേഖ് കർ ആയേംഗെ, നമ്മൾ ആരോടും മിണ്ടാതെ അവിടെ പോയിട്ട് എന്ത് കാണും? എന്തിനാ പോകുന്നത്? ടിവി ദേഖ്നെ ലിയേ, ടിവി കാണാൻ വേണ്ടി പോവാണ്. ടിവി ദേഖ് കർ ആയേംഗെ, നമ്മൾ ടിവി കണ്ട് തിരിച്ചു പോരും. ചുന്നി ഹൻസി രോക്തെ ഹുയെ, ചിരി അടക്കി പിടിച്ചോണ്ട്. ഇതിങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോപു ഇങ്ങനെ ശബ്ദം ചെയ്യിപ്പിക്കാൻ. അപ്പൊ ചുന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹൻസി രോക്തെ ഹുയെ, ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചുപ്കെ സെ ടിവി ദേഖ് കർ ആയേംഗെ, മിണ്ടാതെ ടിവി കണ്ട് തിരിച്ചു വരുമോ? ടിവി കണ്ടിട്ട് വരുമോ? ഗോപു പറഞ്ഞു, ഓർ യേ ബാത്, അതെ, ഈ കാര്യം, ബാത്ത് കാര്യം, കിസിക്കോ, ആരോടും നഹീം ബത്തായെങ്കിൽ നമ്മൾ പറയില്ല. മാംകോ ബി നഹീം, ആരോട് പോലും പറയില്ല. അമ്മയോട് പോലും നമ്മൾ പറയില്ല. നമ്മൾ എവിടെ പോയിട്ട് വരും? ടിവി ദേഖ്നെ കെ ലിയേ ജായേംഗെ ഓർ ടിവി ദേഖ് കർ ആയേംഗെ, നമ്മൾ ടിവി കാണാൻ വേണ്ടി ജായേംഗെ പോകും, ടിവി ദേഖ് കർ ആയേംഗെ, ടിവി കണ്ടിട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരും. അപ്പോ ഗോപു പറഞ്ഞു, ഓർ യഹ് ബാത്, അത് മാത്രമല്ല ഈ കാര്യം, കിസിക്കോ, ഒരാളോട് പോലും, ആരോടും നഹീം ബത്തായെങ്കിൽ പറയരുത്, ആരോട് പോലും. മാംകോ ബി നഹീം, അമ്മയോട് പോലും പറയരുത്. അപ്പൊ ലല്ലു, രണ്ട് കഥാപാത്രങ്ങളാണ് കോൺവെർസേഷൻ മുന്നോട്ട് പോയതിലെ, ചുന്നി ഓർ ഗോപു. അതിന്റെ ഇടയില് ലല്ലു ബീച്ച് മേ ഡോക്കർ, ഇടയിൽ കയറിയിട്ട്, ഇടയിൽ തടസ്സപ്പെടുത്തിയിട്ട് കൊണ്ട് പറഞ്ഞു, മാംകോ കൈസെ ബതായേഗെ, അമ്മയോട് എങ്ങനെ പറയാനാ? കാരണം എന്താണ്? അമ്മയോട് എങ്ങനെ പറയാനാ? മാം തോ സോ രഹി ഹെ, അമ്മ ഉറങ്ങില്ലേ? അമ്മ ഉറങ്ങുമ്പോ പിന്നെ അമ്മയോട് എങ്ങനെ പറയും? അമ്മ ഉറങ്ങില്ലേ? ഏ കിസ്നെ കഹാ, ഇതാരാ പറഞ്ഞേ? ലല്ലുനെ കഹാ. ആര് പറഞ്ഞു? ലല്ലു പറഞ്ഞു. നമ്മൾ എന്താണ് അമ്മയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അമ്മ ഉറങ്ങാണല്ലോ. ഇപ്പൊ ഗോപു പറഞ്ഞു, ഹാം മാം തോ സോ രഹി ഹെ, അമ്മ ഉറങ്ങാണ്. അബ് മക്കോട രേഖതേ, ഇനി എന്ത് ചെയ്തോ? ആ പുഴുവിനിട്ടോ, കുഴപ്പമില്ലല്ലേ? എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അമ്മ എങ്ങാനും ഇത് അറിഞ്ഞാൽ നമ്മളെ പറഞ്ഞേക്കൂല. അമ്മ ഉറങ്ങല്ലേ, അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി വരാം. കഹാം അകലെ ഗാവുമേ, അടുത്ത ഗ്രാമത്തിലേക്ക് അവര് പോകുന്നത്. കിസ്കെ ലിയേ, എന്തിനു വേണ്ടിയാ? ടിവി ദേഖ്നെ കെ ലിയേ. കോൻ കോൻ ഹേ? ഗോപു, ചുന്നി ഓർ ലല്ലു. അപ്പൊ ഗോപു പറഞ്ഞു, ഹാ മാം തോ സോ രഹി ഹേ, അമ്മ ഉറങ്ങിയാണല്ലോ. അബ് മക്കോട രേഖതോ, ഇനി എന്ത് ചെയ്തോ? അബ് മക്കോട രേഖതേ, ഇനി പുഴുവിനിട്ടോ. ചുന്നി മക്കോട രേഖതേ തിഹേ, ചുന്നി പുഴുവിനോടെ നിലത്തേക്ക് ഇടുന്നു. ഹാത്ത് ജഡ്തി ഹേ, അങ്ങനെ കൈ തട്ടി കുടയുന്നു, കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു. ഗോപു ആകെ ബഡ്തേ ഹുയെ, മുന്നോട്ട് പോയിക്കൊണ്ട് പറയാണ്, തോ ഫിർ ചലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കല്ലേ, നമുക്ക് ടി വി കാണാൻ പോവാം. ജീവിതത്തിൽ ഇന്ന് വരെ അവരെന്ത് കണ്ടിട്ടില്ല? ടി വി കണ്ടിട്ടില്ല. തീനോം ബച്ച്, അങ്ങനെ 3 കുട്ടികളും കച്ചി സടക്ക് പർ, ആ മൺ പാതയിലൂടെ, ഡാരടാത്ത വഴിയിലൂടെ ആകെ ബഡ് ജാത്തെ ഹേ, മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സീൻ ഏക് കി സമാപ്തി,
അങ്ങനെ ദൃശ്യം 1 കഴിഞ്ഞു. സീൻ 2. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ സീനാണ്. രണ്ടാമത്തെ സീനില് പഹാഡ് കി പഗഡണ്ടി, പർവ്വതത്തിലേക്കുള്ള ഒരു പാത്വേ, ഒരു നടപ്പാത. ദോപഹർ കെ 3 ബജെ ഹെ. സമയം എത്രയാണ്? സ്ഥാന് ഇവിടെ എന്താ കൊടുക്കുക? സീൻ 2 എന്ന് കൊടുക്കുക. സ്ഥാനം എന്ത് കൊടുക്കും? പഹാഡ് കി പഗഡണ്ടി, പർവ്വതത്തിലേക്കുള്ള നടപ്പാത. സമയം എന്താ കൊടുക്കുക? ദോപഹർ കെ 3 ബജെ ഹെ. എത്രയായിട്ടുണ്ട്? ഉച്ചയ്ക്ക് 3 മണിയായിട്ടുണ്ട്. ഇനി ആ സീൻ ഒന്ന് നോക്കാം. ബच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं, सामने वाले एक चोटी पर टीवी टावर दिख रहा है. ഇനി അതൊന്ന് നോക്കാം. സ്ഥാന് പഹാഡ് കി പഗഡണ്ടി, സ്ഥലം പർവ്വതത്തിന്റെ, ഒരു പർവ്വതത്തിലേക്കുള്ള ഒരു നടപ്പാതയാണ്. ദോപഹർ കെ 3 ബജെ ഹെ, 3 മണിയായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം. ബच्चे मेहनत से, കുട്ടികളാണെങ്കിലോ വളരെ പരിശ്രമത്തോടുകൂടി, ഹാർഡ് വർക്കോടുകൂടി, അധ്വാനത്തോടുകൂടി പഹാഡ് കി പഗഡണ്ടി ചढ़ रहे हैं, പർവ്വതത്തിലേക്കുള്ള നടപ്പാത ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. സാമനെ വാലി, അരികിൽ വരുന്ന, മുന്നിൽ വരുന്ന, എക് ചോട്ടി പർ, ഒരു പർവ്വതത്തിലേക്ക്, ഒരു വലിയ കുന്നിലെ ടി വി ടവർ ദിഖ് രഹാ ഹൈ, ഒരു ടി വി ടവർ കാണാൻ സാധിക്കുന്നു. അവരിങ്ങനെ മുന്നോട്ട് പോകണം. ടവർ എന്ന് എഴുതിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷ് വേർഡാണ്. ചന്ദ്രക്കല ഇല്ലാതെ, ചന്ദ്രക്കല ഇട്ടു ഡോട്ട് ഇല്ലാതെ എഴുതുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ എന്താണ്? ഒരു ചെറിയ കുന്നിന് മുകളിലായിട്ട് അവർ എന്ത് കാണുന്നു? ഒരു ടിവിയുടെ ടവർ കാണുന്നു. ഗോപു പറയാണ്, ദേഖ, കണ്ടോ, യഹി വോ ടവർ ഹേ, അതാണ് ടവർ, ജിസ്സേ ടിവി ആത്താ ഹേ, ഏതിൽ നിന്നാണോ ടിവി വരുന്നത്. ഗോപു ഈ സ്റ്റോറിയിലെ നായകനാണ്. മുമ്പ് എപ്പോഴോ അവൻ തന്റെ അമ്മാവന്റെ വീട്ടിൽ പോയിട്ട്, മുത്തശ്ശന്റെ വീട്ടിൽ പോയിട്ട് ടി വി കണ്ടിട്ടുണ്ട്. ടി വി കാണാത്ത 2 കഥാപാത്രങ്ങളാണ് ചുന്നി ഓർ ലല്ലു. അതിനാൽ തന്നെ അവനിങ്ങനെ പറഞ്ഞു വർണ്ണിച്ചു കൊടുക്കണ്, ദേക്ക കണ്ടോ, യഹി വോ ടവർ ഹേ, അതാണ് ആ ടവർ, ജിസ്സെ ടി വി ആത്താ ഹേ, ഏതിൽ നിന്നാണോ ടി വി വരുന്നത്. ടി വി ഒക്കെ വരൂലേ, ആ സിഗ്നലൊക്കെ വരുന്ന സംഭവമില്ലേ, അതാണ് ആ ടവർ. ലല്ലു, ആത്തെ കഹാം ഹേ, എവിടെ? ആത്താ ഹോ തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ, അതിന്ന് ടി വി വരുന്നുണ്ടെങ്കിൽ ഹം ദൂസരി ഗാവ്, നമ്മൾ പിന്നെന്തിനാ മറ്റൊരു ഗ്രാമത്തിലേക്ക് ക്യോം ജാത്തെ പോകുന്നത്? എന്തിനു പോണം? നമ്മുടെ നാട്ടിലെ ആ ടവറിൽ നിന്ന് ടി വി കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് മറ്റൊരു പ്രദേശത്തേക്ക് പോകണം? ഗോപു, ചുന്നി ഏ ലല്ലു ഏകദം ലല്ലു ഹേനാ, ചുന്നി ഈ ലല്ലു ലല്ലു തന്നെയാണ് അല്ലേ എന്ന് പറഞ്ഞാ എന്താ? ചുന്നി ഏ ലല്ലു, ഈ ലല്ലു ഏകദം, ഒരു കണക്കിന് പറഞ്ഞാൽ ലല്ലു ഹേന, ലല്ലു തന്നെയല്ലേ, ഇവൻ ശരിക്കൊരു പൊട്ടനാണല്ലേ. ബാബാനെ ബത്തായതാ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസി ടവർ സേ, ഈ ടവറിൽ നിന്നാണ് ദൂസരെ ഗാവ് മേം, നെക്സ്റ്റ് വില്ലേജിലേക്ക്, തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് ടി വി മേം, ഗാവ് മേ ടി വി ആത്താ ഹേ, ആ വില്ലേജിലേക്കുള്ള ടിവിയിലേക്കുള്ള സിഗ്നൽ പോകുന്നത് ഈ ടവറിൽ നിന്നാണ്. ഓർ ക്യാംകി, എന്തുകൊണ്ടെന്നാൽ ഹമാര ഗാവ്, നമ്മുടെ വില്ലേജ് ആണെങ്കിലോ പഹാഡ് കെ ഇസ് തരഫ് ഹേ, നമ്മുടെ വില്ലേജ് പർവ്വതത്തിന്റെ അക്കരയാണല്ലേ, ഈ ഭാഗത്താണ്. ഹമാരമേ നഹിയാത്ത, അതിനാൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിഗ്നൽ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാമത്തിൽ ആർക്കും എന്ത് കിട്ടാത്തത്, ടി വി കാണാൻ കഴിയാത്തത്, സിഗ്നൽ കാണാൻ കഴിയാത്തത്. ചുന്നി, ഹം ഹം, അതെ, മേരെ പാപ്പുനെത്തോ ബക്സ ഓർ ആന്റിന ബി, എന്റെ അച്ഛൻ എന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു? ബോക്സും ആന്റിനയും ഗരീദിലിയാത വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹംനെ ആന്റിനക്കോ, ഞങ്ങളെ ആന്റിനെ എന്ത് ചെയ്തു? സബ് തരഫ് ഗുവായ, എല്ലാ ഭാഗത്തേക്കും കറക്കി നോക്കി, സിഗ്നൽ എവിടെ നിന്നാണ് കിട്ടുക ഇങ്ങനെ കറക്കി നോക്കി. पर टीवी पकड़ा ही नहीं, പക്ഷെ ടി വി പിടിച്ചില്ല. പക്കടന പിടിക്കുക, നഹീമില്ല. എന്താ ടി വി പിടിച്ചില്ല എന്ന് പറഞ്ഞ? സിഗ്നൽ കിട്ടിയില്ല. ഗോപു, ടി വി തോ ജാദു ഹേ, ടി വി എന്ന് പറഞ്ഞൊരു മാജിക് ആണ്. ജാദു, മാജിക്, ദോടെ ഹി പക്കടേകി, അത് വളരെ കുറച്ചേ പിടിക്കുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല ടി വി. ടി വി എന്ന് പറയുന്നത് എന്താണ്? ഒരു മാജിക് ആണ്. ഹായ്, ക്യാ ചീസ് ഹേ ടി വി? ഗോപു മുമ്പ് ടി വി കണ്ടിട്ടുണ്ടല്ലേ? ഗോപു പറയണേ, ഹായ്
ക്യാ ചീസ് ഹേ ടിവി? ഈ ടിവി എന്ന് പറഞ്ഞ് എന്താ? ഗോപു ടിവിക്ക് യാദോമേം, അങ്ങനെ ഗോപു ആ ടിവി കണ്ട ഓർമ്മയില് ഖോയാ ഹുവ, മുഴുകിക്കൊണ്ട് ആകെ ബഡ്താ ഹേ, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ എങ്ങനെ നടക്കുന്നത്? ഗോപു ചിന്താമേ മഗ്ന ഹേ, ഗോപു മുമ്പ് കണ്ട ടിവിയുടെ ആലോചനയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ദോനോ, അങ്ങനെ ബാക്കി രണ്ടുപേരും ഉസ്കെ പീച്ചെ, അവന്റെ പിറകെ പീച്ചെ പീച്ചെ ചൽ രഹേ ഹേ, പിറകെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഗോപുവിന് ഇനി എന്തായിരിക്കും അടുത്ത സീനിൽ പറയാന്നറിയോ? 2 സീനോട് അവസാനിച്ചു. സീൻ 3 ആണ്, 3 അല്ലെ? മൂന്നാമത്തെ സീൻ ഒന്ന് നോക്കാം. ഗോപു ടിവി ദേഖ്നെ കി യാദ് മേ, ടിവി കണ്ട ഓർമ്മയിൽ മുഴുകി ഇങ്ങനെ നടക്കാണ്. അപ്പൊ അവൻ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക? ഒരു ഫ്ലാഷ് ബാക്ക് ആണല്ലേ? സീൻ 3 ആണ് പറയുന്നത്. ഗോപു നടന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ ആലോചിക്കാണ്. അപ്പൊ അവിടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവനിങ്ങനെ ആലോചിച്ചു. എന്താ ആലോചിക്കുന്നത്? മനോഹർ ചാരിയുടെ വീടാണ്. മനോഹർ ചാച്ചാക്കെ ഗർക്കാ കമര, മനോഹർ ചാച്ചയുടെ വീടിന്റെ റൂം, മനോഹർ ചാച്ചയുടെ വീട്ടിലെ ഒരു റൂം. സുബഹ് കെ 8 ബജെ, രാവിലെ 8 മണി. അത് ഈ സീനല്ല കേട്ടോ, മുമ്പ് ആര് കണ്ടിട്ടുണ്ട്? ഗോപു ടിവി കണ്ടപ്പോ അതിലേക്ക് പോയതാണ്. അന്ന് അവൻ മനോഹർ ചാച്ചയുടെ വീട്ടിലിരിക്കുകയായിരുന്നു. രാവിലെ 8 മണി. ടിവി पर 26 जनवरी की परेड आ रही है. ടിവിയില് ജാനുവരി 26 ജനുവരി 26 റിപ്പബ്ലിക്കിന്റെ പരേഡ് ആ രഹി ഹെ, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പരേഡ്. ഗോപു और उसके ബാബ എന്ത് ചെയ്യായിരുന്നു? ഗോപു അവന്റെ ബാബയെ ഡഗ്ഡഗി ലഗായെ ദേഖ് രഹേ ദേ, രണ്ടുപേരും വളരെ ആവേശത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനോഹർ ജാക്ക, മനോഹർ ചാച്ച ബഗൽമേ ബൈഠേ ഹേ, മനോഹർ ചാച്ച എന്തായിരുന്നു? സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ടിവി മേ ജാങ്കിയാം ചൽ രഹേ, ടിവിയിൽ ഇങ്ങനെ ദൃശ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനുവരി 26 അതിമനോഹരമായ വ്യത്യസ്തമായ ദൃശ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓർ ഏക് കമാൻഡറി ബി, ആ സമയത്ത് ഒരു കമാൻഡറി കൂടി വരികയാണ്. ടിവി സെ ആത്തി ഹേ കമാൻഡറി, ടിവിയിൽ നിന്ന് കമാൻഡറി വരികയാണ്. ഓർ യഹേ ജംഗി അസം രാജ്യക്ക് ആകെ ആകെ ബീഹു നൃത്യ കർത്തി മഹിളായെ. എന്താ കമാൻഡറി? ഓർ യഹ് ജംഗി, ഈ ദൃശ്യം അസം രാജ്യക്ക്, അസം സ്റ്റേറ്റിലേതാണ് അല്ലെ? അസം സംസ്ഥാനത്തിൻ്റെതാണ്. ഏതാണ് അവരുടെ നൃത്യം? ഏതാണ് നൃത്തം? ഡാൻസ് ഏതാ? ആകെ ആകെ ബീഹു നൃത്യം. മുമ്പിലായിട്ട് എന്ത് ചെയ്യുന്നു? ബീഹു നൃത്തം, ആസാമിന്റെ നൃത്തമാണ് ബീഹു. ആ നൃത്തം എന്ത് ചെയ്യുന്നു? ആ ഡാൻസ് രൂപം ഇങ്ങനെ ചെയ്തുകൊണ്ട് മഹിളായും, ആരാണ്? സ്ത്രീകള്. ടിവി കമാൻഡറിയാണ്, സ്ത്രീകള്. ഗോപു ബാബാ യഹ് ആവാസ് കഹാം സെ ആ രഹി ഹൈ? ഗോപു പഹലെ ബാർ ടിവി ദിഖ് രഹാ ഹൈ. ഗോപു എങ്ങനെയാണ്? ആദ്യമായിട്ടാണ് ലൈഫിൽ ടിവി കാണുന്നത് അല്ലെ? ഗോപു ബാബയോട് ചോദിക്കാണ്, ബാബാ യഹ് ആവാസ് കഹാം സെ ആ രഹി ഹൈ? ബാബാ ഈ സൗണ്ട് എവിടുന്ന വരുന്നത്? ഒരു ദൃശ്യം എങ്ങനെ കണ്ടുല്ലേ? ബാബാ ഈ സൗണ്ട് എവിടുന്ന വരുന്നത്? മനോഹർ ചാച്ച പറഞ്ഞു, ഏ ബി ടിവി സെ ഈ ആ രഹി ഹൈ ഗോപുലാൽ, ഇതും ടിവി എന്നാ വരുന്നത് ഗോപുലാലെ, നിനക്കറിയില്ലല്ലേ? ഗോപു പറഞ്ഞു, ജാദു ഹേന, ടിവി ഒരു മാജിക് ആണല്ലേ. ഇപ്പൊ നേരത്തെ മാജിക്കിൽ നിന്ന് പോയതാണ്. അപ്പോഴോ സീൻ 4 നോക്കാം. 4ാമത്തെ ദൃശ്യത്തിലേക്ക് നോക്കാം. ഇപ്പൊ അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ മയക്കത്ത് മുമ്പ് പോയ ഓർമ്മയിൽ നിന്ന് ഉണർന്നുകൊണ്ട് സീൻ 4 പഹാഡി സടക്ക്, വീണ്ടും നമ്മളെ ദൃശ്യത്തിലേക്ക് വരികയാണ്. പർവ്വതത്തിലെ റോഡ്. ഷാം കെ 4 ബജെ ഹേ, വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. തീനോ ബച്ചെ സടക്ക് കിനാരെ ചൽ രഹേ ഹേ, 3 കുട്ടികളും സടക്ക് കിനാരെ, റോഡിന്റെ അരികിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോപു ജാദൂദ, മാജിക് ആയിരുന്നു, സച്ചുമുച്ച് വാസ്തവത്തില്. ഇവനിപ്പോഴും അതിന്റെ ഹാങ് ഓവർ വിട്ടിട്ടില്ല. ചലോ അബ് സടക്ക് പാർ കർണിയേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റോഡ് അക്കരെ കിടക്കാം. അവര് ഡാറിടാത്ത റോഡൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിൽ നിന്നും വരുന്നതാണ്. റോഡ് അക്കരെ കിടക്കണം. സടക്ക് പാർ കർണയ്ക്ക് കോശിഷ്, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? റോഡ് അക്കരെ കിടക്കാൻ വേണ്ടി കോശിഷ് പരിശ്രമിക്കുന്നു. സാംനെ സെ, പെട്ടെന്ന് അരികിലൂടെ തേസി സെ ഏക് ബസ് ആത്തി ഹേ, പെട്ടെന്ന് സ്പീഡിൽ ഒരു ബസ് ഇങ്ങോട്ട് വരുന്നു. ചുന്നി ദൗഡ് കർ പാർ കർ ലേത്തി ഹേ,
ചുന്നി ഓടിയിട്ട് അക്കരെ എത്തുന്നു. ഗോപു ഓർ ലല്ലു ഗഡേരെ ജാത്ത ഹേ. ഗോപുവും ലല്ലുവും നടു റോട്ടിലാണ്ട് നിൽക്കുന്നു. ബസ് മേ ജോർ സെ ബ്രേക്ക് ലഗ്താ ഹേ. ബസ് സഡൻ ബ്രേക്ക് ഇടുന്നു, അതിശക്തമായ സൗണ്ടിൽ ബ്രേക്ക് ചവിട്ടുന്നു. ഡ്രൈവർ ഗുസേ മേം സിർ ബാഹർ നിക്കാൽത്താ ഹേ. ഡ്രൈവർ ദേഷ്യത്തോടു കൂടി തല പുറത്തേക്കിടുന്നു. സീന് മനസ്സിലായോ? അവരിപ്പോ റോട്ടിലെത്തിയിട്ടുണ്ട്. റോഡ് അക്കരെ കിടക്കാണ്. പെട്ടെന്ന് അവര് റോഡ് മുറിച്ചു കിടക്കാൻ നോക്കുന്ന സമയത്ത് അക്കരെ നിന്ന് അപ്പുറത്തുനിന്ന് ഒരു ബസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ചുന്നി ഓടിയിട്ട് അക്കരെത്തി. ഗോപുവും ലല്ലുവും എന്ത് ചെയ്തു? സെൻട്രൽ അവിടെ നിന്നു. ബസ് സഡൻ ബ്രേക്ക് ഇട്ടു. ഡ്രൈവർ ദേഷ്യത്തോടു കൂടെ അവരോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഡ്രൈവർ പറയാണ്, എന്താ പറയണ്ടാവുക? അബേ ദേഖിക്കെ ചലോ, എടോ നോക്കി നടക്ക്. ഗോപു ഓർ ലല്ലു ജൽദി സെ സടക്ക് പാർ കർത്തെ ഹേ. അങ്ങനെ ബസ് അവിടെ സഡൻ ബ്രേക്ക് ഇട്ട ഗ്യാപ്പില് ഗോപുവും ലല്ലുവും ജൽദി സെ വളരെ സ്പീഡില് സടക്ക് പാർ കർത്തെ ഹേ, റോഡിനക്കരെ എത്തുന്നു. റോഡിനപ്പുറത്തി അല്ലെ. ചുന്നി തും ലോഗ് സച്മേ ചോട്ടെ വെച്ചേ ഹേ. ആരാ ആദ്യം അക്കരെ എത്തിയത്? ചുന്നിയായിരുന്നു. ചുന്നി ചോദിക്കാണ്, തും ലോഗ് നിങ്ങള് സച്മേ റിയലി സത്യത്തില് ചോട്ടെ ബച്ചേ ഹോ, ചെറിയ കുട്ടികളാണല്ലേ. സടക്ക് പാർ കർണ ബി നഹിയാത്ത, റോഡൊന്ന് അക്കരെ കടക്കാൻ പോലും അറിയില്ല അല്ലെ. ഗോപു ജേംതെ ഹുയെ ചിണുങ്ങിക്കൊണ്ട്, ജൽദി ചലോ, പെട്ടെന്ന് നടക്ക്. അബ് ദേറോരെ ഇപ്പൊ തന്നെ നേരം വൈകി. ഇപ്പൊ ചുന്നിയുടെ മുമ്പിൽ വഷളായതൊന്നും മെയിൻ ചെയ്യാതെ ഗോപു പറയാണ്, ജൽദി ചലോ, വേഗം നടക്ക്. അബ് ദേറോരെ ഇപ്പൊ തന്നെ ലേറ്റായി പോയില്ലേ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. हमारे पाठ का नाम है टीवी. वरुण ग्रोवर ने लिखा हुआ एक पढ़ कथा है. इसमें 3 प्रमुख कथापात्र है, गोबू, चुन्नी और लल्लू. तीनों करीबन 8-10 साल की उम्र बच्चे हैं. 8-10 വയസ്സ് വരുന്ന 3 കുട്ടികളാണ്. वो अगले गांव में टीवी देखने के लिए जाते हैं. उसकी गांव में टीवी नहीं है. चुन्नी और लल्लू पहले टीवी न देखा है. चुन्नी लल्लुവും മുമ്പ് टीवी കണ്ടിട്ടില്ല. ഗോപു പഹലെ മനോഹർ ചാച്ച के घर से टीवी देखते हैं. टीवी കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം നോക്കാം. വീഡിയോ വളരെ നന്നായി നിങ്ങൾ വായിക്കുക. തൊട്ടടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു.